ഹലോ. എന്തൊക്കെ ചെയ്തിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറയണു. എന്നാൽ പിന്നെ ആ പ്രോബ്ലം ഒന്ന് മാറ്റിയെടുക്കണ്ടേ? അങ്ങനെ ഇംഗ്ലീഷ് സംബന്ധമായ പ്രോബ്ലംസ് ഒക്കെ മാറ്റുന്ന ഒരു ചാനലാണ് ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലത്തെ 8ാമത്തെ വീഡിയോ ആണിത്. നിങ്ങളിവിടെ ആദ്യമായിട്ട് ഈ ചാനലിൽ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് പോയതാണെങ്കിൽ എൻ്റെ പേര് വിനി. ഹലോ. നമ്മുടെ കൂടെ പണ്ടേയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺവെർസേഷൻ, ഇത് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഒരുമാതിരി എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കോൺവെർസേഷനിൽ നമുക്ക് എപ്പോഴും പേടിയുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, കുഡ്, മൈറ്റ്, വുഡ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എത്ര സിമ്പിളാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വെറുതെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ടെൻഷനാവും അല്ലേ. ഇനിയിപ്പോൾ ഇതൊന്നും അറിയേയില്ലാത്ത ആൾക്കാരാണെങ്കിൽ 16 വീഡിയോസുള്ള ഒരു കുട്ടി പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ബേസിക്സ് ഒക്കെ ക്ലിയർ ആവും. പക്ഷേ ഗ്രാമറും കാര്യങ്ങളും ഈ സീരീസിൽ അങ്ങനെ ഗ്രാമറായിട്ട് പഠിപ്പിക്കുന്നില്ല, ചറപറ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണിത്. അപ്പോൾ ആദ്യം ചോദിക്കട്ടെ, എല്ലാവരും റെഡിയാണല്ലോ? എത്ര പേർക്ക് ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയണേ. കുറച്ച് പേര് എന്നെ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കോൺവെർസേഷൻ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. തുടങ്ങാം. എൻ്റെ നോട്ട്ബുക്ക് എവിടെ? അങ്ങനെ പറയും. എവിടെ? എവിടെയെന്ന് പറയാൻ വേർ. എവിടെയാണ് എൻ്റെ നോട്ട്ബുക്ക്, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ എവിടെയാണ് എന്ന് പറയാൻ അത് എവിടെയാണ് ഇരിക്കുന്നത്. വേർ ഇസ്. അപ്പോൾ ഒരുമിച്ചിട്ട് വേഴ്സ് മൈ നോട്ട്ബുക്ക്. ഏത് നോട്ട്ബുക്കാണ്? ഇംഗ്ലീഷിൻ്റെ നോട്ട്ബുക്കാണേ. അപ്പോൾ അങ്ങനെ പറയും, വേഴ്സ് മൈ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എവിടെയാണെന്ന് ചോദിക്കാൻ വേർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. പിന്നൊരു കാര്യം, നോട്ട് ബുക്ക് എന്നൊന്നും പറയരുത്, നോട്ട് ബുക്ക്. നമ്മൾ ഈ 2 വാക്കുകളും ശ്രദ്ധിച്ചോ. ഒന്ന് ഇത് NOT, അത് അല്ല എന്ന് പറയുന്നത് നോട്ട്. ഇത് NOTE, അത് നോട്ട്. ആദ്യത്തേത് നോട്ട്, ഇത് നോട്ട്. ആ വ്യത്യാസമുണ്ട് കേട്ടോ. വേഴ്സ് മൈ നോട്ട് ബുക്ക് എന്ന് ആരും പറയരുത്, അങ്ങനെ ഉപയോഗിക്കില്ല. വേഴ്സ് മൈ നോട്ട് ബുക്ക്. ആ ചുണ്ട് പിടിക്കണ ആ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ശബ്ദം കറക്റ്റായിട്ട് വരും. ഓക്കെ. അപ്പോൾ എവിടെയാണ് എൻ്റെ നോട്ട്ബുക്ക്? വേഴ്സ് മൈ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്. ഇംഗ്ലീഷ് നോട്ട്ബുക്ക് എവിടെയാണ്? അപ്പോൾ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് എഴുതി വയ്ക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ നോട്ട്ബുക്ക് എവിടെയാണെന്ന് അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഒരാൾ പറയാണ്, നിൻ്റെ ടേബിളിൽ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ പറയും? ഇപ്പോൾ ടേബിളിലാണോ? അത് നമുക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്നു, ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ യുവർ ടേബിൾ. അത് നിൻ്റെ ടേബിളിൻ്റെ മുകളിലായിരുന്നു. നിൻ്റെ ടേബിളിൻ്റെ മുകളിലാണ് എന്ന് പറയണമെങ്കിലോ, ഇറ്റ് ഈസ് ഓൺ യുവർ ടേബിൾ. ആയിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ യുവർ ടേബിൾ. ഇറ്റ് എന്ന് വെച്ചാൽ എന്താ? അത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ദാറ്റ് വാസ് ഓൺ യുവർ ടേബിൾ എന്ന് ഉപയോഗിച്ചുകൂടെയെന്ന്. ഈ ദാറ്റ് എന്ന് വെച്ചാൽ അത്, ദിസ് എന്ന് വെച്ചാൽ ഇത് രണ്ടിനും പകരം നമുക്ക് ഇറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ദാറ്റും ദിസും ഒന്നും അങ്ങനെ കഷ്ടപ്പെടേണ്ട, ഇറ്റ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു വസ്തു എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇറ്റ്. അപ്പോൾ അത് ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ യുവർ ടേബിൾ. ടേബിളിൻ്റെ മുകളിൽ ഓൺ യുവർ ടേബിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, ഓർമ്മയുണ്ടത്. അപ്പോൾ നമ്മൾ നോട്ട്ബുക്ക് കാണാനില്ല, എവിടെയാണെന്ന് ചോദിച്ചു, നിന്റെ ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ യുവർ ടേബിൾ. അപ്പോൾ എന്താ പറയണേ? അവിടെ ചെന്ന് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ നോക്കി, ഇപ്പോൾ സാധനം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഒന്നുമില്ല. എങ്ങനെയാണ് പറയുക? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. കണ്ടോ, നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളിൽ കോൺവെർസേഷനിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? ഒന്നും ചെയ്യാനില്ല. ദർ ഇസ് നത്തിങ് ടു ഡു. ടേബിളിൻ്റെ മുകളിൽ ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ഓൺ മൈ ടേബിൾ. ദർ ഇസ് നത്തിങ് ഓൺ മൈ ടേബിൾ. എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഒന്നുമില്ല. നീ പറഞ്ഞ നോട്ട്ബുക്ക് ഉണ്ടെന്ന്. ദർ ഇസ് നത്തിങ് ഓൺ മൈ ടേബിൾ. ഒരു കുന്തമില്ല എൻ്റെ മുകളിൽ അല്ലേ. ഇനി അപ്പോൾ നമുക്കൊരു സംശയം, ഇവളുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് അല്ലേ കാണില്ല എന്ന് പറയണേ. അല്ല, നിനക്ക് ഇംഗ്ലീഷിന് നോട്ട്ബുക്കൊക്കെ ഉണ്ടോ? അതിനങ്ങനെ ചോദിക്കുക. ഇത് ഇവിടെ സംഭവമാണല്ലോ. ഇംഗ്ലീഷിന് നിനക്ക് നോട്ട്ബുക്കൊക്കെ ഉണ്ടോ? അങ്ങനെ ചോദിക്കും. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹാവ്. അപ്പോൾ നിനക്കൊരു അനിയത്തി ഉണ്ടോ? ഡു യു ഹാവ് എ സിസ്റ്റർ. നിനക്കൊരു പട്ടി ഉണ്ടോ? ഡു യു ഹാവ് എ ഡോഗ്. അപ്പോൾ നിനക്ക് ഇംഗ്ലീഷിന് ഒരു നോട്ട്ബുക്ക് ഉണ്ടോ? അപ്പോൾ അത് ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ നിന്നുള്ളതൊക്കെ എടുത്ത് കളയാം. നിനക്കൊരു നോട്ട്ബുക്ക് ഉണ്ടോ? എങ്ങനെ പറയും? വരട്ടെ. ഡു യു ഹാവ് എ നോട്ട്ബുക്ക്. ഡു യു ഹാവ് എ നോട്ട്ബുക്ക്? നോട്ട്ബുക്ക് ഉണ്ടോ നിനക്ക്? എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്.
ഫോർ ഇംഗ്ലീഷ്. അപ്പോൾ നിനക്ക് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ നോട്ട്ബുക്ക് ഫോർ ഇംഗ്ലീഷ്? എന്നിട്ട് ആ ചോദ്യം പോലെ ഇങ്ങനെ അറ്റത്തുനിന്ന് മുകളിലേക്ക് കയറണം. ഡു യു ഹാവ് എ നോട്ട്ബുക്ക് ഫോർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമാവില്ല. ആ ട്യൂണും വരണേ, അത് പ്രത്യേകം നോക്കണം കേട്ടോ. ഡു യു ഹാവ് എ നോട്ട്ബുക്ക് ഫോർ ഇംഗ്ലീഷ്? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ നമുക്ക് നോട്ട്ബുക്കൊക്കെ ഉള്ള ആളാണെന്ന് അല്ലേ? ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ഒരെണ്ണം. ഞാനൊന്നും എനിക്ക് അങ്ങനെ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. ഏതാ വാക്ക് ഓർമ്മയുണ്ടോ? ഐ ഹവ് നെവർ സീൻ വൺ. വൺ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വസ്തു. അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ ഐ ഹവ് നെവർ സീൻ എ ബുക്ക് എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് അറിയാമല്ലേ? എന്താ സംഭവം? ഇംഗ്ലീഷിൻ്റെ നോട്ട്ബുക്ക്. അതല്ല നമ്മൾ കാണാതായ സംഭവം, ടേബിളിന് മുകളിലില്ല. നിനക്കിനി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനിതുവരെ ഒരു സാധനം അങ്ങനത്തെ കണ്ടിട്ടില്ല. ഐ ഹവ് നെവർ സീൻ വൺ. വെച്ചാൽ നിൻ്റെ ഒരു നോട്ട്ബുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു ബുക്കും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഐ ഹവ് നെവർ സീൻ വൺ. ശ്രദ്ധിക്കണം, ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, കോമൻറ്റിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐ ഹവ് നെവർ സീയോ, ഈ സീൻ എന്നുള്ള V3 ഫോം എടുക്കാണ്ട് സിമ്പിൾ ഫോം ഇട്ടേക്കുന്നു. സി എന്ന് പറഞ്ഞ ഫോമില്ലേ, വേർബിൻ്റെ ആ ഫോം ഇട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഐ ഹാവ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ അപ്പുറത്ത് V3 ഫോം വേണം കേട്ടോ, ഇല്ലെങ്കിൽ സെൻറ്റൻസ് തെറ്റും. ഐ ഹവ് നെവർ ഈറ്റൻ സൂഷി. ഞാൻ സൂഷി ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ പറയില്ലേ. അപ്പോൾ ഈറ്റൻ V3 ഫോമാണ്. ഐ ഹവ് നെവർ സീൻ വൺ, ഒരെണ്ണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാട്ടോ, ഇത് റിവിഷനാണേ. നിങ്ങൾ ഈ ആദ്യത്തെ റിവിഷനൊക്കെ കണ്ടിട്ട് അത് ഞാൻ ഓരോ ചോദ്യം മാത്രം ചോദിച്ചിട്ട് നിങ്ങളോട് പറയാറില്ലേ. ഇതിൽ ഞാൻ ഒരു ചെറിയ കോൺവെർസേഷൻ അത് വെച്ചുണ്ടാക്കി അതെവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതുകൂടെ പഠിപ്പിച്ചാണ് പോണത്. അപ്പോൾ ഇത് പുതിയതാണെന്ന് വിചാരിക്കണ്ട, ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസ് ചിലപ്പോൾ പുതിയതായിരിക്കും, ഒന്ന് നോക്കും. ഞാൻ വിനിയുടെ വീഡിയോ കണ്ടിട്ട് നോട്ട്സ് എഴുതാറുണ്ട്. ആ നോട്ട്ബുക്കാണ് ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറയാം. ഞാൻ വിനിയുടെ വീഡിയോസ് കണ്ടിട്ട് നോട്ട്സ് എഴുതാറുണ്ട്. അപ്പോൾ എഴുതുക എന്ന് പറയുന്നത് റൈറ്റാണ്. പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ ചില വാക്കുകളുണ്ടല്ലോ, ഗെറ്റ്, ഗോ, ടേക്ക്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ പല കോമൺ വേർബ്സിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ ഐ ടേക്ക് നോട്ട്സ് ഫ്രം വിനീസ് വീഡിയോസ്. വിനിയുടെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ഓക്കെ ഇത് എഴുതി വയ്ക്കാം, പോസ് എഴുതി വെച്ചു. അങ്ങനെ നോട്ട്സ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഐ ടേക്ക് നോട്ട്സ് ഫ്രം വിനീസ് വീഡിയോസ്. റൈറ്റിന് എഴുതിയാലും തെറ്റില്ല. പക്ഷേ ഞാൻ പറയണത് ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായ രീതിയിലേ. ഇപ്പം മലയാളത്തിലും അവൻ വിവരങ്ങൾ തിരക്കി ഇതൊക്കെ വേണമെങ്കിൽ പറയാം, കറക്റ്റാണ്. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല അല്ലേ. നമ്മളെന്താ പറയുക, അവൻ നിന്നെ അന്വേഷിച്ചു അല്ലെങ്കിൽ ചോദിച്ചു. ചിലപ്പോൾ ചോദിച്ചു എന്ന് തന്നെ പറയുള്ളൂ അല്ലേ അന്വേഷിക്കുന്നതിന്. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷിനും വളരെ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അത് നമ്മൾ പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗെറ്റ് അങ്ങനത്തെ ഒരു വാക്കാണ്, പല അർത്ഥങ്ങളുണ്ട്. പലപ്പോഴും ഗെറ്റ് ഉപയോഗിച്ചാണ് ആൾക്കാർ രക്ഷപ്പെടുക. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് ചെയ്തിരുന്നു എൻഡിൽ. ഈ വീഡിയോയുടെ എൻഡിൽ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. നിങ്ങൾ കാണാതെ പോരുത് കേട്ടോ, വീഡിയോ നല്ല വീഡിയോ ആണ്, നിങ്ങൾക്ക് പലപ്പോഴും ഉപകാരപ്പെടും. എസ്പെഷ്യലി ഈ വൊക്കാബുലറി പ്രശ്നങ്ങളുള്ള മനുഷ്യന്മാരാണെങ്കിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ അങ്ങനെ നോട്ട് ചെയ്യേണ്ട ഒരു വാക്ക് ഏതാണ്? ഐ ടേക്ക് നോട്ട്സ് ഫ്രം വിനീസ് വീഡിയോസ്. അപ്പോൾ നമ്മളിനി അന്വേഷണത്തിന് പുറപ്പെടുകയാണല്ലേ. വിനിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നോട്ട്സ് എഴുതി തന്നെ പാവം പഠിക്കാൻ വേണ്ടല്ലേ. എപ്പോഴാണ് നീ ലാസ്റ്റ് ഇത് കണ്ടത് അങ്ങനെ ചോദിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേണ്ടത് എപ്പോഴാണ് അവസാനമായിട്ട് ഈ സാധനം കണ്ടത്, അത് കണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കാൻ ഏതാ വാക്ക്? വെൻ. വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ്? വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ്? ഇപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടോ, നീ അത് കണ്ടോയെന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു സീ ഇറ്റ്, ഡിഡ് യു സീ ഇറ്റ്. അപ്പോൾ അതിൽ എപ്പോഴാണെന്ന് ചോദിക്കണമെങ്കിൽ വെൻ ഡിഡ് യു സീ ഇറ്റ്. കണ്ടതെന്നല്ല, അവസാനമായി കണ്ടത്. അതുകൊണ്ട് വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ്. ഓക്കെ വാ. അപ്പോൾ വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഇറ്റ് എപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത്? അപ്പോൾ എപ്പോഴാണ്? എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇറങ്ങിയ ദിവസം എപ്പോഴായിരുന്നു? വെള്ളിയാഴ്ച ഇറങ്ങിയപ്പോൾ ശനിയാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ലാസ്റ്റ് സാറ്റർഡേ. കഴിഞ്ഞ സാറ്റർഡേ ആണ് ഞാൻ ഈ നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവിടെ വെച്ചത്. ലാസ്റ്റ് സാറ്റർഡേ. അപ്പോൾ ഞാനിങ്ങനെ തപ്പിയിട്ട് പറയുകയാണേ, സോറി കേട്ടോ, എനിക്ക് എവിടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഐ എം സോറി. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സോറി പറഞ്ഞാൽ അതിനർത്ഥം ഞാനത് കട്ടെടുത്തൊന്നുമല്ല. നിൻ്റെ വിഷമത്തിൽ എനിക്കൊരു വിഷമമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഐ എം സോറി എന്ന് പറയും കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞാൽ ഞാൻ ആ ട്രെയിൻ ഇവളെ പിടിച്ചു വെച്ച ട്രെയിൻ വിട്ടതല്ല. ട്രെയിൻ അറിയാണ്ട് പോയി, പക്ഷെ നിൻ്റെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു
അത് അറിഞ്ഞപ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട്. അതാണ് ഐ എം സോറി. എനിക്ക് എവിടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതെങ്ങനെ പറയാം, എനിക്ക് പറ്റുന്നില്ല. ഈ പറ്റുക എന്നുള്ള വാക്ക് തന്നെ ഒരു ഹിൻ്റാണ്. പറ്റുക എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ക്യാൻ അല്ലെങ്കിൽ കാൺട്ട് അതാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഭവം ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറ്റത്തത്? കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ വാക്ക് ഏതാ? ഫൈൻഡ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് പറ്റും എന്നാണെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്. എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഐ കാൺട്ട് ഫൈൻഡ് ഇറ്റ്. എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്ത് നോക്കി. ഐ കാൺട്ട് ഫൈൻഡ് ഇറ്റ് എനിവെയർ. എവിടെയും, എനിവെയർ. ഐ കാൺട്ട് ഫൈൻഡ് ഇറ്റ് എനിവെയർ. ഐ എം സോറി, ഐ കാൺട്ട് ഫൈൻഡ് ഇറ്റ് എനിവെയർ. എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ലൊരു സുഹൃത്താണ്, അതുകൊണ്ടൊന്നും തപ്പണേ. അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ വിനീയുടെ നോട്ട്ബുക്ക് അന്വേഷിക്കണ്ടേ? എന്നാൽ കുട്ടികളോട് ചോദിക്കുമോ? കുറേ പിള്ളേരുണ്ട്. പിള്ളേരെന്ന് വെച്ചാൽ അറിയാലോ, നോട്ട്ബുക്ക് എന്നിട്ട് ഒരൊറ്റ എഴുതി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിക്കുമോ അവരുടെ അടുത്ത്? അങ്ങനെ അറിയാം, ഒന്ന് അവരുടെ അടുത്ത് ചോദിക്കുമോ? എഗെയിൻ ഇതും ഒന്ന് ചോദിക്കാൻ പറ്റുമോ അവരുടെ അടുത്ത് എന്ന് പറയില്ല നമ്മൾ. അതാണ് അതിൻ്റെ ഹിൻറ്റ്. ക്യാൻ യു, ഇന്നൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു. ഇതിൽ ഒരു ചോദ്യം വന്നത് ഷാൽ വെച്ചിട്ട് ചോദിക്കാൻ പറ്റുമെന്ന്. ഈ ഷാൽ ഒന്നാമത് ഇപ്പോൾ തീരെ ഉപയോഗിക്കാറില്ല. വളരെ ഫോർമലായ കേസസിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോഴും ഷാൽ ഉപയോഗിച്ചൊരിക്കലും ഷാൽ യു എന്നൊന്നും പറയാൻ പറ്റില്ല. ഷാൽ ഐ അല്ലെങ്കിൽ ഷാൽ വി, ഷാൽ ഐ ഗോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ പറയാതിരിക്കായിരിക്കും കേട്ടോ നല്ലത്. ഷാലൊക്കെ ഉപയോഗിച്ച് ആരാ ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന് ചോദിക്കും. ആ ഷാൽ ഉപയോഗിക്കണ്ട. ക്യാനങ്ങ് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നല്ലത്. പണ്ടൊക്കെ ക്യാൻ ഉപയോഗിച്ചാൽ നമ്മുടെ ഒരു കഴിവ് കാണിക്കാനാണ്. നിനക്ക് അവരോട് ചോദിക്കാൻ പറ്റുമോ എന്ന് പറയാൻ പൊതുവേ കുഡ് യു പ്ലീസ് ആസ്ക് ദം അല്ലെങ്കിൽ കുഡ് യു ഡൂ ദാറ്റ് അങ്ങനെയൊക്കെ രീതിയിൽ ചോദിക്കാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ ക്യാൻ യു വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. ക്യാൻ യു അവരോട് ചോദിക്കാൻ പറ്റുമോ? ക്യാൻ യു ആസ്ക് ആരെടുത്ത്? കുട്ടികളോട്. ക്യാൻ യു ആസ്ക് ദ കിഡ്സ്? ആസ്ക് ടു എന്ന് വേണ്ട കേട്ടോ, ആസ്ക് ചോദിക്കാൻ പറ്റുമോ? ക്യാൻ യു ആസ്ക് ദ കിഡ്സ്? കുട്ടികളോട് ചോദിക്കാൻ പറ്റുമോ? ക്യാൻ യു ആസ്ക് ദ കിഡ്സ്? അവരത് എടുത്തിട്ടുണ്ടാവാം. ഇത് നമ്മൾ കഴിഞ്ഞ 5th or 6th വീഡിയോയിൽ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? അവരങ്ങനെ ചെയ്തിരിക്കാം, ഒരു സാധ്യത പറയാണ്. ദേ മൈറ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. ദേ മൈറ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. ഈ ഹാവ്, മൈറ്റ് ഹാവ്, കുഡ് ഹാവ് അങ്ങനെയൊക്കെയുള്ള കേസസിൽ നിങ്ങൾ V3 ഫോം വേർബിൻ്റെ ഉപയോഗിക്കാൻ മറക്കരുത്. കാരണം അത് മറന്ന് ആ സെൻറ്റൻസ് തെറ്റും. പിന്നെ നമുക്ക് മൈറ്റ് പഠിച്ചിട്ട് കാര്യമില്ല. മൈറ്റോ മൈറ്റ് ഹാവോ അറിയുന്നതല്ല, എല്ലാ പാർട്ടും അതിലത്തെ ശരിയാവണം. മൈറ്റ് ഹാവ് V3 ഫോം വരണം, അല്ലെങ്കിൽ കുഡ് ഹാവ് V3 ഫോം, വുഡ് ഹാവ് V3 ഫോം. മനസ്സിലായോ? ഈ മൈറ്റൊക്കെ ഹാവ് ഇല്ലാണ്ട് യൂസ് ചെയ്യാം. ദേ മൈറ്റ് ഗോ അങ്ങനെയൊക്കെ രീതിയിൽ. അപ്പോൾ ഈ വേർബ്സൊക്കെ മൈറ്റ്, കുഡ്, വുഡ്, ഷുഡ് ഇങ്ങനത്തെ വേർബ്സൊക്കെ, മേ, അതൊക്കെ ഹാവ് ഉള്ളൊരു ഫോമിലും വരാം, ഹാവ് ഇല്ലാത്ത ഫോമിലും വരാം. അപ്പോൾ ഹാവ് ഉള്ള ഫോമിലാണെന്ന് വെച്ചാൽ മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ പിന്നെ V3 വേണം. വെറും മൈറ്റ് ആണെങ്കിൽ സാധാരണ സിമ്പിൾ ഫോം ഹി മൈറ്റ് ഗോ, ദേ മൈറ്റ് ഈറ്റ് അങ്ങനെ വരുള്ളൂ. പക്ഷേ ദേ മൈറ്റ് ഹാവ് ഈറ്റൺ, അവർ അത് തിന്നിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ രീതിയിൽ. ദേ മൈറ്റ് ഹാവ് ഈറ്റൺ ഇറ്റ്. അപ്പോൾ ഇവിടെ അവർ ചിലപ്പം അത് എടുത്തിട്ടുണ്ടാവാം. ദേ മൈറ്റ് ഹാവ് എടുക്കുക, ടേക്ക്. ദേ മൈറ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. ദേ മൈറ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. ക്യാൻ യു പ്ലീസ് ആസ്ക് ദം? അവരോടൊന്ന് ചോദിക്കുമോ? അല്ലെങ്കിൽ ക്യാൻ യു ആസ്ക് ദ കിഡ്സ്? ദേ മൈറ്റ് ഹാവ് ടേക്കൺ ഇറ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു അവർ പറഞ്ഞത് അവരെടുത്തിട്ടില്ല എന്നാ അങ്ങനെ പറയാ? അവർ പറഞ്ഞു പറയുക സേ. അവരെന്താ പറഞ്ഞേ? അവരെടുത്തിട്ടില്ല എന്ന്, അവർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഇത് പറയാം, ഞാൻ പറഞ്ഞുതരാം. അവർ പറഞ്ഞു, ദേ സെഡ്. എന്താ പറഞ്ഞത്? അവരത് എടുത്തിട്ടില്ല എന്ന്. ദേ സെഡ് ദേ ഡിഡൻറ്റ് ടേക്ക് ഇറ്റ്. അങ്ങനെ പറയാം. പക്ഷെ അവരോട് എന്താ ചോദിച്ചത്? എടുത്തോന്ന്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറയില്ല നമ്മൾ മലയാളത്തിൽ. അതുമാതിരി ഫുൾ കാര്യം പറയാണ്ട്, എടുക്കുന്ന കാര്യമൊന്നും പറയാണ്ട് അവർ പറഞ്ഞു അവർ ചെയ്തിട്ടില്ല എന്ന്. ദേ സെഡ് ദേ ഡിഡൻറ്റ്. ഇപ്പോൾ വേണമെങ്കിൽ ദേ ഡിഡൻറ്റ് ടേക്ക് ഇറ്റ് എന്ന് പറയാം. പക്ഷേ കാഷ്വൽ കോൺവെർസേഷനിൽ ഇത്രയും മതി നമുക്ക്. ദേ സെഡ് ദേ ഡിഡൻറ്റ്. വെരി ഗുഡ്. അവരങ്ങനെ ചെയ്യുമോ? വിൽ ദേ ഡൂ ദാറ്റ്? വിൽ ദേ ഡൂ ദാറ്റ്? അവർ ചെയ്യുമോ? ഭാവിയിൽ നമ്മൾ അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. വിൽ ദേ ഡൂ ദാറ്റ്? അവരെങ്ങനെ ചെയ്യുമോ? വിൽ ദേ ഡൂ ദാറ്റ്? അപ്പോൾ ഓൾറെഡി
ചെയ്തിട്ടുണ്ടാവാം നമ്മൾ അസ്യൂം ചെയ്യാണ്. പക്ഷേ അവരങ്ങനെ ചെയ്യുന്ന ചാൻസ് ഇല്ലല്ലോ. അവർ പോവുമോ എന്നങ്ങനെ ചോദിക്കും. വിൽ ദേ ഗോ? അവരങ്ങനെ ചെയ്യുമോ? വിൽ ദേ ഡൂ ദാറ്റ്? ഓക്കെ, അവരങ്ങനെ ചെയ്യില്ല. ദേ വോണ്ട്. അവരങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. ദേ വോണ്ട്. ദേ വിൽ നോട്ടാണ്, ദേ വോണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം എനിക്കറിയില്ല. അങ്ങനെ പറയാം, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല അവർ ചെയ്യുമോ ചെയ്യില്ലെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ചെയ്യാം അല്ലേ, ചെയ്യാതിരിക്കാൻ എന്താ കുട്ടികളല്ലേ. ദേ മൈറ്റ്. ദേ മൈറ്റ് ടേക്ക് മൈ ബുക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഉണ്ടാവുക. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് മതി, കാഷ്വൽ കോൺവെർസേഷനിൽ കുറച്ച് മതി. ദേ മൈറ്റ്. എന്താ ഇപ്പോൾ ചെയ്തു കൂടായിക അല്ലേ. ദേ മൈറ്റ്. ദേ മൈറ്റ് ഡു ദാറ്റ്. ദേ മൈറ്റ്. നീ എല്ലാവരോടും ഒന്ന് ചോദിക്കുന്നതാവും നല്ലത്. അങ്ങനെ പറയും. ഓർമ്മയുണ്ടോ അത് പഠിച്ചത് എങ്ങനെയാണ്? യുഡ് ബെറ്റർ ആസ്ക് എവ്രി വൺ. ഇത് ഒരാൾ ചോദിച്ചിരുന്നു. യു വുഡ് അല്ല, യു ഹാഡ് ആണ് യുഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യു ഹാഡ് ബെറ്റർ ആസ്ക് എവ്രി വൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് പഠിക്കണ്ട, അങ്ങനെയൊന്നും ആരും പറയില്ല. ആകെ യുഡ് ബെറ്റർ ആസ്ക് എവ്രി വൺ. എല്ലാവരുടെ അടുത്തുനിന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോണത് ഇതുമാതിരി ഒരു വേറെ കോൺവെർസേഷനിലാണ്. ഇതിലും നമ്മൾ ഇനിയിപ്പോൾ ഉള്ള ലാസ്റ്റ് കോൺവെർസേഷനിലൊക്കെ 10 വീഡിയോസുള്ള ഒരു കോൺവെർസേഷൻ പ്രാക്ടീസിങ് സീരീസ്, നമുക്ക് അത്യാവശ്യം സംസാരിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സീരീസാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് എസെൻഷ്യൽ സെൻറ്റൻസുകൾ പഠിച്ച ശേഷം നമ്മൾ കോൺവെർസേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരു കോൺവെർസേഷൻ കൂടെ നോക്കാം. കുറച്ച് വെള്ളം തരാൻ പറ്റുമോ? അങ്ങനെ പറയാം. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് പറയാം. ക്യാൻ യു, ക്യാൻ യു, ക്യാൻ യു. അപ്പോൾ ക്യാൻ യു തരാൻ പറ്റുമോ? ഗിവ് മീ, കുറച്ച് വെള്ളം. സം വാട്ടർ. ക്യാൻ യു ഗിവ് മീ സം വാട്ടർ? കുറച്ച് വെള്ളം തരാൻ പറ്റുമോ? ക്യാൻ യു ഗിവ് മീ സം വാട്ടർ? എന്ത് പറ്റി? വൈ, വാട്ട് ഹാപ്പൻഡ്? എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ വൈ, എന്തിനാണ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ എന്താന്ന് പറയുമ്പോൾ വാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തിന്, എന്തുകൊണ്ട്, വൈ, എന്താ കാരണം അത് ചോദിക്കുകയാണ്. വൈ, വാട്ട് ഹാപ്പൻഡ്, എന്താ പറ്റിയേ, വാട്ട് ഹാപ്പൻഡ്. ഇതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. എൻ്റെ കണ്ണിൽ എന്തോ ഉണ്ട്, അങ്ങനെ പറയാം. ടേബിളിൻ്റെ മുകളിൽ ഒന്നുമില്ല, ദെയർസ് നത്തിങ് ഓൺ മൈ ടേബിൾ അല്ലേ. കണ്ണിൽ എന്തോ ഉണ്ട്. ദെയർസ് സംതിങ് ഇൻ മൈ ഐ. വെള്ളം വരുന്നുണ്ട്. ദെയർസ് സംതിങ് ഇൻ മൈ ഐ. കണ്ണിൽ എന്തോ പോയി. ദെയർസ് സംതിങ് ഇൻ മൈ ഐ. അപ്പോൾ മറ്റേ വന്നിട്ട് ഒന്ന് തുറക്കോ, കണ്ണും തുറന്നേ. നമ്മൾ കണ്ണിൽ പോയാൽ പിന്നെ കണ്ണ് തുറക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം തുറക്കോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ പറയാം, കണ്ണും തുറക്കുമോ. എന്തെങ്കിലും ഒരാളോട് ചെയ്യാൻ പറയണം, അപ്പം ക്യാൻ യു വരണം. ക്യാൻ യു മറന്നുപോയത്. ക്യാൻ യു ഓപ്പൺ യുവർ ഐസ്. ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടെൻഷൻ അടിക്കേണ്ട. കണ്ണിലങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യണേ. ചിലരൊക്കെ വളരെ ടെൻഷൻ അടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണ് നമ്മൾ തുറക്കുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു ഓപ്പൺ യുവർ ഐസ്. കുറച്ച് കാര്യം ശ്രദ്ധിക്കാണ്ട്. ഓപ്പൺ, ഓ നമ്മൾ ഈ തടി ഇതൊന്നും നിങ്ങളുടെ ഇങ്ങനൊരു ഇത് വരണം. ഓപ്പൺ. ക്യാൻ യു ഓപ്പൺ എന്നൊന്നും പറയരുതേ. ക്യാൻ യു ഓപ്പൺ. ഓ. ഈ ഇംഗ്ലീഷിലെ പല സൗണ്ടുകൾക്കും ഇങ്ങനെ ഓ എന്നൊരു കുനിപ്പോടുണ്ട്. സംഗീതം പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനങ്ങനെ സംഗീതത്തിലൊന്നും അങ്ങനെ അഗ്രഗണ്യല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംഗീതം അറിയില്ലെങ്കിലും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും കേട്ടോ. ഓപ്പൺ. ക്യാൻ യു ഓപ്പൺ യുവർ ഐസ്. ഈ കണ്ണൊന്ന് തുറക്കാൻ പറ്റുമോ? കണ്ണുകൾ, ഐ ആണ് കണ്ണ്, ഐസ് കണ്ണുകൾ. ക്യാൻ യു ഓപ്പൺ യുവർ ഐസ്? എനിക്ക് നോക്കാൻ പറ്റുമോ? തുറന്നാലേ ഐ ക്യാൻ ടേക്ക് എ ലുക്ക്. ഐ ക്യാൻ ടേക്ക് എ ലുക്ക്. ഒന്ന് നോക്കാൻ പറ്റും ആ കണ്ണിൻ്റെ അകത്തേക്ക്. ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ക്യാൻ യു ഓപ്പൺ യുവർ ഐസ്? ഐ ക്യാൻ ടേക്ക് എ ലുക്ക്. ഞാനൊന്ന് നോക്കാൻ വേണമെങ്കിൽ. എന്താ അപ്പം അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവുക? എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയാണ് എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അങ്ങനെ പറയാം. there's nothing inside. there's nothing inside. വല്ല കരടൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണി ഉണ്ട്, അത് പിന്നെ ഇങ്ങനെ നത്തിങ് എന്ന് പറയാമെന്ന് ചോദിക്കരുത്. കരടല്ലേ തപ്പണേ, അപ്പോൾ അതില്ല എന്ന്. there's nothing inside. അപ്പോൾ ഞാൻ പറയാം വല്ല പൊടിയായിരിക്കും, ഇതായിരിക്കും. എന്താ വരിക? ഇറ്റ് മൈറ്റ് ബി ദ ഡസ്റ്റ്. ഇറ്റ് മൈറ്റ് ബി ദ ഡസ്റ്റ്. ഡസ്റ്റ് എന്ന് വെച്ചാൽ പൊടിയായിരിക്കും. ഇറ്റ് മൈറ്റ് ബി ദ ഡസ്റ്റ്. ഇന്ന് നല്ല കാറ്റുണ്ട്, എന്നാ പറയുക. ഇപ്പോൾ ഈ വെതർ സംബന്ധമായ കാര്യങ്ങൾ, സണ്ണി, റെയിനി എന്നൊക്കെ പറയുമ്പം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണ്. ഇറ്റ്സ് ക്വയറ്റ് വിൻഡി ടുഡേ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട് എന്ന് പറയാം. ഇറ്റ്സ് വെരി വിൻഡി ടുഡേ എന്ന് പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ
ഈ ക്വയറ്റ് നന്നായിട്ട് ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്കത് പേടി കൂടാതെ ഇങ്ങോട്ട് ഉപയോഗിച്ചോളൂ. ഇറ്റ്സ് ക്വയറ്റ് വിൻഡി ടുഡേ, ഇറ്റ്സ് ക്വയറ്റ് ഹോട്ട് ടുഡേ. നല്ല ചൂടുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ, നല്ല കാറ്റുള്ള ദിവസമാണ്. ഇറ്റ്സ് ക്വയറ്റ് വിൻഡി ടുഡേ. അത്യാവശ്യം നല്ല കാറ്റുള്ള ദിവസമാണ്. അപ്പോൾ പൊടി വല്ലതും കയറിയതാവും. ഇറ്റ് മൈറ്റ് ബി ദ ഡസ്റ്റ്. ഇറ്റ്സ് ക്വയറ്റ് വിൻഡി ടുഡേ. കുറച്ച് നേരം ഇരിക്കണോ നിനക്ക് എന്ന് ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ ക്യാൻ യു ഉപയോഗിക്കാൻ പറ്റുമോ? നിനക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻ യു സിറ്റ് ഡൗൺ. നിനക്ക് കുറച്ച് നേരം ഇരിക്കണോ, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വോണ്ട്. എന്താ വേണ്ടത്? ഇരിക്കുക. അപ്പോൾ ഡു യു വോണ്ട് ടു സിറ്റ് ഡൗൺ കുറച്ച് നേരത്തേക്ക്, ഫോർ സം ടൈം. ഡു യു വോണ്ട് ടു സിറ്റ് ഡൗൺ ഫോർ സം ടൈം? ഡു യു വോണ്ട് ടു സിറ്റ് ഡൗൺ ഫോർ സം ടൈം? അപ്പോൾ സെൻറ്റൻസ് ഒന്നും ഉണ്ടാക്കിയാലോ നമുക്ക്. കുറച്ച് നേരം കിടക്കണോ? ഡു യു വോണ്ട് ടു ലൈ ഡൗൺ ഫോർ സം ടൈം? കിടക്കുക, ലൈ ഡൗൺ ഫോർ സം ടൈം. ഡു യു വോണ്ട് ടു വെള്ളം കുടിക്കണോ? ഡു യു വോണ്ട് ടു ഡ്രിങ്ക് സം വാട്ടർ? കുറച്ച് വെള്ളം കുടിക്കണോ? കുറച്ച് പാട്ട് കേൾക്കണോ? നീ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക, അതുകൊണ്ടാണ് പ്രശ്നം. നീ വേണമെങ്കിൽ കുറച്ച് പാട്ട് കേട്ടോ. ഡു യു വോണ്ട് ടു ലിസൺ ടു സം മ്യൂസിക്? മ്യൂസിക് എന്ന് വെച്ചാൽ എന്താ, പാട്ടല്ല, മ്യൂസിക് എന്ന് വെച്ചാൽ സംഗീതം. മ്യൂസിക് ആണെങ്കിൽ ടു എ സോങ് അങ്ങനെ പറയാം. പക്ഷേ മനസ്സിലായില്ലേ, ടു എ മ്യൂസിക് എന്ന് പറയാൻ പാടില്ല, മ്യൂസിക് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ടു സം മ്യൂസിക്. ഡു യു വോണ്ട് ടു മെഡിറ്റേറ്റ്? കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് ചോദ്യം എഴുതിണ്ടാക്കാൻ പറ്റുമോ? നിനക്ക് ഒരു ഗ്ലാസ് കാപ്പി വേണോ? എന്താ പറയുക? ഡു യു വോണ്ട്, കുടിക്കണോ എന്നുള്ള അർത്ഥത്തിൽ ഡു യു വോണ്ട് ടു എഴുതി വെച്ചോളൂ കേട്ടോ കമൻറ്റിൽ. കുറച്ച് നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് മറക്കും. ഇനി ഇതല്ല, നിനക്ക് എന്തെങ്കിലും സാധനം വേണമെന്നാണെങ്കിലോ? ഡു യു വോണ്ട് എ ഷർട്ട്? നല്ല തണുപ്പുണ്ടല്ലോ, ഈ ഷർട്ട് ഇടാൻ നടന്നാൽ അസുഖം പിടിക്കും. ഒരു ഷർട്ട് വേണം നിനക്ക്. ഡു യു വോണ്ട് എ ഷർട്ട്? അവിടെ കണ്ടോ, ഡു യു വോണ്ട് ടു എന്ന് പറഞ്ഞില്ല. ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രവൃത്തിയാണ്. ഡു യു വോണ്ട് ടു സിറ്റ് ഡൗൺ? ഡു യു വോണ്ട് ടു സ്റ്റാൻഡ് അപ്പ്? ഡു യു വോണ്ട് ടു റീഡ്? ഡു യു വോണ്ട് ടു സീ ദ ഫോട്ടോസ്? ഡു യു വോണ്ട് ടു ലിസൺ ടു സം മ്യൂസിക്? ഡു യു വോണ്ട് ടു ഇല്ലാണ്ട് ഡു യു വോണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം, എന്തെങ്കിലും സാധനമാണ്. ഡു യു വോണ്ട് മൈ പ്ലാൻസ്? എൻ്റെ പ്ലാൻസ് നിങ്ങൾക്ക് വേണോ? ഡു യു വോണ്ട് എ ഡോഗ്? പട്ടീനെ വേണോ? ഡു യു വോണ്ട് ടു ഗോ ഔട്ട്? പുറത്തേക്ക് പോകണമെന്ന് ചോദിക്കാൻ ടു ഗോ ഔട്ട്. തെറ്റിക്കരുത്, ടു അവിടെ മിസ്സാക്കരുത് കേട്ടോ. എന്തെങ്കിലും വസ്തുക്കൾ വേണമെന്നാണെങ്കിൽ ടു വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ, കഥയിലേക്ക് തിരിച്ചു വരാം. കുറച്ച് നേരം ഇരിക്കണോ? ഡു യു വോണ്ട് ടു സിറ്റ് ഡൗൺ ഫോർ സം ടൈം? അത് നന്നായിരിക്കും, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. മേ ബി. യെസ് എന്ന് പറയുന്നതിന് പകരം ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ് മേ ബി. അങ്ങനെ ചെയ്യാം, അതാവും നല്ലത്, ഒരു പക്ഷേ അതാവും നല്ലത്. നമ്മൾ മലയാളത്തിൽ ഇത്രയധികം ഒരു പക്ഷേ ഉപയോഗിക്കില്ല. പക്ഷേ ഇംഗ്ലീഷിൽ എന്തെങ്കിലും അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി പലപ്പോഴും അത് ഒരു യൂസേജാണ്, ഒരു രീതിയാണ് കേട്ടോ. മേ ബി ചിലപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ, ഒരു പക്ഷേ അങ്ങനെ ചെയ്യാം. മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ അത് കുറച്ച് വിയേർഡാണ്. പക്ഷേ ഇംഗ്ലീഷിൽ മേ ബി ഒന്ന് ഇരിക്കാം എന്നാൽ. ഞങ്ങളുടെ ഇവിടെ ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പഗുണ്ട്, പണ്ടത് വോഡഫോൺ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? വെരെവർ യു ഗോ ഐ വിൽ ബി ദേറോ, ഐ എം ദേറോ അങ്ങനെ പറഞ്ഞിട്ടൊരു വോഡഫോണിൻ്റെ ഹച്ചുള്ള സമയത്ത്, ഹച്ചിലെ പട്ടി. ഓക്കെ, ഹച്ചിലെ പട്ടിനെ പോലത്തെ ഒരു പട്ടിയുണ്ട് ഇവിടെ, അത് കുറയ്ക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കുഴപ്പമില്ല, കേട്ടാലും കുഴപ്പമില്ല, പാവം പട്ടിയാണ്. ബെന്നി എന്ന പേര്. ഓക്കെ, ഇനി നമ്മളെന്താ പറഞ്ഞു തന്നെ? ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ മേ ബി കുറച്ച് നേരം ഇരിക്കാമല്ലേ, അതാവില്ലേ നല്ലത്. മേ ബി എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഐ എം വെരി ടയേർഡ്. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഐ എം വെരി ടയേർഡ്. ഇനി ഇങ്ങനെ ഇരുന്നു, ഇനി കണ്ണിന്ന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പോയോ അത്? ഇങ്ങനെ ചോദിക്കുക. ഇസ് ഇറ്റ് ഗോൺ? പോയോ? ഇസ് ഇറ്റ് ഗോൺ? അപ്പോൾ ഇസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ V3 ഫോം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ V3 അല്ല ശരിക്കും അവിടെ അത് എന്താ പറയുക, ഒരു അഡ്ജക്റ്റീവ് പോലെയാണ് പ്രവർത്തിക്കുക. ഇസ് ഇറ്റ് ഗോൺ? ഇസ് ഇറ്റ് ഡൺ? ഇസ് ഇറ്റ് ഹംഗ്രി? അതിന് വിശപ്പുണ്ടോ? ഇസ് ഇറ്റ് ഹംഗ്രി? ഇസ് ഇറ്റ് സ്മൈലിംഗ്? അത് ചിരിക്കുന്നുണ്ടോ? കണ്ടോ, പല രീതിയിലാണ് ഈ വേർബ്സ് അവിടെ വരിക. ഇസ് ഇറ്റ് ഗോൺ? പോയോ അത്? ഇസ് ഇറ്റ് ഗോൺ? അല്ലെങ്കിൽ ഇത് തന്നെ വേറെ സ്ഥലം പറഞ്ഞാലോ ഉപയോഗിക്കാൻ. ഇപ്പോൾ കണ്ണിലത്തെ പൊടിയല്ല,
നമുക്ക് പട്ടീനെ ഭയങ്കര പേടിയാന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു പട്ടി വരുന്നുണ്ട്, ഓടി നമ്മൾ വീട്ടിൽ കയറിയിട്ട് അത് പോയെങ്കിൽ പറയണേ, പോയോ അത്, ഈസ് ഇറ്റ് ഗോൺ? എന്നെപ്പോലെ പട്ടീനോട് ഇത്ര പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈസ് ഇറ്റ് ഗോൺ എന്ന് ഞാൻ പറയാറുണ്ടെന്ന് പറയണേ, ഇംഗ്ലീഷിൽ പറയണേ. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും പറയാറുണ്ട്. സെൻറ്റൻസ് ഇടണേ, ഇംഗ്ലീഷിലിടണേ, അല്ലാണ്ട് എനിക്കതിന് മലയാളം അറിയാൻ വേണ്ടിയിട്ടല്ല, ഇംഗ്ലീഷിലിടണേ. ഞാനും ഈസ് ഇറ്റ് ഗോൺ എന്ന് പറയാറുണ്ട്. എനിക്കും പട്ടിയെ പേടിയാണ്, അതിട്ടാൽ മതി. എനിക്കും പട്ടീനെ പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ ടു ബി അഫ്രെയ്ഡ് ഓഫ്. ടു ബി അഫ്രെയ്ഡ് ഓഫ് എഴുതി കാണിക്കാം കേട്ടോ. ടു ബി അഫ്രെയ്ഡ് ഓഫ്, അതാണ് എന്തിനെങ്കിലും പേടിയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ആ സംഭവം. എനിക്കും പട്ടീനെ പേടിയാണ്. മലയാളത്തിൽ പട്ടീനെ എന്ന് പറയും, ഇംഗ്ലീഷിൽ പട്ടികളെ എന്ന് ഉപയോഗിക്കണം കേട്ടോ. ഐ എം ഓഫ് ഡോഗ്സ്. സെൻറ്റൻസ് ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പോയോന്ന് ചോദിച്ചു, ഇസ് ഇറ്റ് ഗോൺ? അങ്ങനെ തോന്നുന്നു, പോയെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഐ തിങ്ക് യെസ് എന്നല്ല പറയുക, ശ്രദ്ധിക്കണേ. ഐ തിങ്ക് സോ, പോയെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. വേണമെങ്കിൽ അവിടെ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആണെങ്കിൽ യെസ് എന്ന് പറയാം, യെസ് പോയി, അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ കൂടുതൽ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കണേ. ഐ തിങ്ക് സോ, ശരി, അങ്ങനെ ആണെന്ന് തോന്നുന്നു. തോന്നുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് യെസ് പറ്റില്ല. ഐ തിങ്ക് സോ, പോയില്ലെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിലോ ഐ ഡോണ്ട് തിങ്ക് സോ. അല്ലാതെ ഐ തിങ്ക് നോ എന്നൊന്നും പറയരുത്. ഐ ഡോണ്ട് തിങ്ക് സോ, ഐ തിങ്ക് സോ, ഇത് രണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പോയെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. ഇപ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. ഐ ഫീൽ ബെറ്റർ നൗ. ഇപ്പം നേരത്തെ കണ്ണിൽ പൊടിയൊക്കെ പോയിട്ടിരിക്കുന്ന അവസ്ഥയല്ല ഇപ്പം, ബെറ്ററായി. ഐ ഫീൽ ബെറ്റർ നൗ. അപ്പോൾ നമ്മൾ കാര്യം ചോദിക്കാം, എടാ അനുവിൻ്റെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, നീ എന്തെങ്കിലും വാങ്ങിച്ചോ അവൾക്ക്? വാങ്ങിച്ചോ എന്നെങ്ങനെ ചോദിക്കും? ചെയ്ത് കഴിഞ്ഞതാണോ എന്ന് ചോദിക്കണേ. അപ്പോൾ ഡിഡ് അല്ലേ, പാസ്റ്റ് ടെൻസിൽ നടന്ന സംഭവമാണോ? നീ വാങ്ങിച്ചു കഴിഞ്ഞോ എന്തെങ്കിലും? ഡിഡ് യു ഗെറ്റ് സംതിങ്? ഗെറ്റിന് പകരം ബൈ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ല, ഗെറ്റ് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. ഗെറ്റാണ് വളരെ കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കുക, അതുകൊണ്ട് ഗെറ്റ് ഉപയോഗിച്ചിരിക്കാൻ നല്ലത്. ബൈ മറക്കരുത്. അപ്പോൾ ഡിഡ് യു ഗെറ്റ് സംതിങ് എന്തിന്? ഫോർ അനൂസ് ബർത്ത്ഡേ. ഡിഡ് യു ഗെറ്റ് സംതിങ് ഫോർ അനൂസ് ബർത്ത്ഡേ? മറന്നുപോയി കേട്ടോ. അയ്യോ, അതിനെക്കുറിച്ച് ഫുള്ളങ്ങോട്ട് മറന്നുപോയി, മുഴുവൻ അതിനെക്കുറിച്ച് അപ്പടെ മറന്നുപോയി. ഐ കംപ്ലീറ്റ്ലി ഫൊഗോട്ട് അബൌട്ട് ദാറ്റ്. അല്ലെങ്കിൽ ഇറ്റ് പറയാം, ഐ കംപ്ലീറ്റ്ലി ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഞാൻ അപ്പാടെ മറന്നുപോയി. ഐ കംപ്ലീറ്റ്ലി ഫൊഗോട്ട് അബൌട്ട് ഇറ്റ്. മറക്കാതിരിക്കുന്നതാവും നല്ലത്. യുഡ് ബെറ്റർ നോട്ട് ഫൊഗെറ്റ് ഇറ്റ്. അത് മറക്കാതിരിക്കുന്നതാവും നല്ലത്. നിൻ്റെ ബർത്ത്ഡേക്ക് അവളൊരു പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടത്. അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ എന്താ ചെയ്തത്? ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓർഗനൈസ്ഡ്, അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ സെൻസ് ആണേ. ഷീ ഹാഡ് ഓർഗനൈസ്ഡ് എ പാർട്ടി ഫോർ യോഴ്സ്. അപ്പോൾ അവിടെ യോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിൻ്റെ ആ സംഭവത്തിന്, നിൻ്റേതിന്. എന്ത് നിൻ്റേത്? എന്ത്? നിൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഷീ ഹാഡ് ഓർഗനൈസ്ഡ് എ പാർട്ടി ഫോർ യോർ ബർത്ത്ഡേ എന്ന് പറയാം. അല്ലെങ്കിൽ യോർ ബർത്ത്ഡേക്ക് പകരം യോഴ്സ്, നിൻ്റെ ആ സംഭവമില്ലേ അതിന് അവൾ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓർഗനൈസ്ഡ് എ പാർട്ടി ഫോർ യോഴ്സ് അല്ലെങ്കിൽ ഫോർ യോർ ബർത്ത്ഡേ. അതെ, നന്ദി, ഞാൻ അത് മറന്നേനെ. യെസ്, താങ്ക്സ്, ഐ വുഡ് ഹാവ് ഫൊഗോട്ടൺ അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോയേനെ കേട്ടോ, പണിയായേനെ. ഐ വുഡ് ഹാവ് ഫൊഗോട്ടൺ അബൌട്ട് ഇറ്റ്. എന്തിനെക്കുറിച്ച്? കൊച്ചിൻ്റെ ബർത്ത്ഡേ വരുന്ന കാര്യം, അനുവിൻ്റെ ബർത്ത്ഡേ വരുന്ന കാര്യം ഞാൻ മറന്നു പോയേനെ. ഐ വുഡ് ഹാവ് ഫൊഗോട്ടൺ അബൌട്ട് ഇറ്റ്. ഐ വുഡ് ഹാവ്, അങ്ങനെ സംഭവിച്ചേനെ. നീ എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി കേട്ടോ. ഗുഡ് ദാറ്റ് യു റിമൈൻഡഡ് മീ. ഗുഡ് ദാറ്റ് എന്താ കാര്യം? നന്നായി എന്തായി? ഗുഡ് ദാറ്റ് യു റിമൈൻഡഡ് മീ. എന്നെ ഓർമ്മിപ്പിച്ചില്ലേ? ഓർമ്മിപ്പിക്കുക. റിമൈൻഡ്, റിമൈൻഡ്, റിമെമ്പർ അല്ല. പലരും റിമെമ്പർ, റിമെമ്പർ ഓർക്കുക, ഓർമ്മിപ്പിക്കുക, റിമൈൻഡ് കേട്ടോ, മാറിപ്പോരുതേ. നീ ഓർമ്മിപ്പിച്ചത് നന്നായി കേട്ടോ. ഗുഡ് ദാറ്റ് യു റിമൈൻഡഡ് മീ. നീ മറക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഐ ന്യൂ, എനിക്കറിയായിരുന്നു. ഐ ന്യൂ യു വുഡ്. നീ മറക്കുമെന്ന് വെച്ചാൽ യു വുഡ് ഫൊഗെറ്റ്, അതിന് പകരം യു വുഡ് വെച്ച് നിർത്താം. ഐ ന്യൂ യു വുഡ്. മറക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഐ ന്യൂ യു വുഡ് ഫൊഗെറ്റ് അല്ലേ? വേണമെങ്കിൽ അപ്പുറത്തും കുറച്ചുകൂടെ ഇടാം. ഐ ന്യൂ യു വുഡ് ഫൊഗെറ്റ് അബൌട്ട് ദ ബർത്ത്ഡേ. ഐ ന്യൂ യു വുഡ് ഫൊഗെറ്റ് അബൌട്ട് ദ ബർത്ത്ഡേ. ഇപ്പോൾ എന്നെക്കുറിച്ച് വല്ലാത്തൊരു അഭിപ്രായമാണല്ലോ അവൾക്ക് എന്നെക്കുറിച്ച്. അത് ഇത്തിരി കടുപ്പായി പോയിട്ടോന്ന് പറയില്ലേ? ദാറ്റ്സ് മീൻ. കുറച്ചിങ്ങനെ എന്താ പറയുക, നല്ല രീതിയിൽ അല്ലാണ്ട് പറയുന്നതാണ് മീൻ. ദാറ്റ്സ് മീൻ. മീൻ
ആരെങ്കിലും നമ്മുടെ മീനിനെ കുറിച്ച് ഓർത്തോ, മത്സ്യത്തെക്കുറിച്ച് ഓർത്തോ? അതല്ല, ഇവിടെ അർത്ഥം എന്താ, കുറച്ച് മോശമായി നീ അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞത്, ദാറ്റ്സ് മീൻ. ദോ ട്രൂ, സത്യമാണെങ്കിലും അല്ലേ, അങ്ങനെ പറയാൻ പാടില്ലോ നീ എന്നെക്കുറിച്ച്, എന്നെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശമാണല്ലേ. ദാറ്റ്സ് മീൻ, ദോ ട്രൂ, സത്യമാണെങ്കിലും. അപ്പോൾ ഇവിടെ ദോയുടെ ഉപയോഗമൊക്കെ എങ്ങനെയാണെങ്കിലും, ദോ ട്രൂ, ദോ ട്രൂ, സ്പെല്ലിങ് ദോണ്ട് കണ്ടോ, THOUGH, ദോ, ദാറ്റ്സ് മീൻ, ദോ ട്രൂ, സത്യമാണെങ്കിലും അത് കുറച്ച് കടുപ്പായി പോയിട്ടോ, ദാറ്റ്സ് മീൻ, ദോ ട്രൂ. അപ്പോൾ ഇതാണ് ഇതുമാതിരി ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കുട്ടി കോൺവെർസേഷൻ എന്തെങ്കിലും വെച്ചിട്ട്, എന്തെങ്കിലും ഇതുമാതിരി ഒരു സെൻറ്റൻസ് വെച്ചിട്ട് നിങ്ങളൊരു കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ കോമൻറ്റിൽ ഇടുകയോ ചെയ്യുമോ? വളരെ യൂസ്ഫുൾ ആവും. നമ്മളെപ്പോഴും സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴാണ് സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിൽ വരിക. അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് നോക്കുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. എൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.